പയ്യാമ്പലത്ത് ശവസംസ്കാരം നടത്തുന്നത് നാട്ടുകാർക്ക് തലവേദന ഒഴിയുന്നില്ല. തിങ്കളാഴ്ച രാത്രി പാതി വന്ന മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ തെരുവ് നായ്ക്കളും കുറുക്കന്മാരും വലിച്ചിഴച്ചത് വിവാദമാകുന്നു. സിറ്റി വിഷൻ എക്സ്ക്ലൂസീവ്. പയ്യാമ്പലം പൊതുശ്മശാനം പൊതുജനങ്ങളായ സമീപവാസികൾക്ക് ദുരിതം സമ്മാനിക്കുന്നത് നേരത്തെ വാർത്തകളിലും വിവാദ തട്ടകങ്ങളിലും സജീവമായിരുന്നു. സ്വദേശവാസികൾക്ക് ശവസംസ്കാരത്തിന്റെ ദഹനത്തിന്റെ ഗന്ധം സമീപവാസികളുടെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇതിന് പരിഹാരമായാണ് വൈദ്യുതി ശ്മശാനം നടപ്പിലാക്കിയത്. എന്നാൽ മിക്കവരും വൈദ്യുതി ശ്മശാനത്തിൽ സംസ്കരണത്തിന് തയ്യാറാവുന്നില്ല. സാധാരണ സംസ്കരണത്തിനുള്ള പൈസയേക്കാൾ കൂടുതലാണ് വൈദ്യുതി സംസ്കരണത്തിന് മുടക്കേണ്ടി വരിക എന്നതാണ് ഇതിന് ബന്ധുക്കൾ തയ്യാറാവാത്തതിന്റെ മുഖ്യ കാരണം. ഇതിനെല്ലാം ഉപരി വൈദ്യുതി ശ്മശാനത്തിന്റെ കോയിലുകൾ കത്തി സംസ്കരണത്തിന് പാകമാകണമെങ്കിൽ മണിക്കൂർ കണക്കിന് സമയവും വേണം. ഇത് കാരണം വൻ വൈദ്യുതി ഉപയോഗിക്കേണ്ടതായും വരും. ഈ വൈദ്യുതി ശ്മശാനത്തിന്റെ അപാകതകളെക്കുറിച്ച് നേരത്തെ വൻ വിവാദങ്ങൾ നിലനിന്നിരുന്നു. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നം ബന്ധുക്കൾ മൃതശരീരം കത്തിത്തീരുന്നതുവരെ കാത്തുനിൽക്കാതെ സ്ഥലം വിടുന്നതാണ്. ശവദാഹം നടത്തുന്നവരുടെ ഉത്തരവാദിത്തക്കുറവ് കാരണം പകുതി കത്തിയ മൃതശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ രാത്രിയിൽ കുറുക്കനും നായകളും വലിച്ചുകൊണ്ടുപോയി ഭക്ഷിക്കുന്ന രീതിയാണ് ഇപ്പോഴുള്ളത്. തിങ്കളാഴ്ച രാത്രി പാതിവന്ത മൃതശരീരത്തിന്റെ ബാക്കിയായ ഭാഗങ്ങൾ മൃഗങ്ങൾ വലിച്ചിഴച്ച് ഭക്ഷിക്കുന്നത് നാട്ടുകാർ കാണാനിടയാകുകയും ഇത് കത്തിക്കുകയുമായിരുന്നു. ഇവിടെ പയ്യാമ്പലം ശ്മശാനത്ത് വളരെ പ്രാകൃതമായ രീതിയിൽ വിറക് വെച്ച് ദഹിപ്പിച്ചത് മൂലം ഇന്ന് കാലത്ത് ഇവിടെ കാണാൻ കഴിഞ്ഞത് പട്ടി കടിച്ചു വലിക്കുന്ന മൃതശരീരമാണ്. അത് കണ്ട് നാട്ടുകാർ എല്ലാവരും അതിനെതിരെ പരാതി പറഞ്ഞപ്പോൾ ഈ വിറക് അല്ല ഈ കത്തിക്കുന്ന ആൾ ചെയ്തതെന്ന് വെച്ചാൽ ഈ മൃതശരീരത്തിൻ്റെ ഒരു ഭാഗം അടുത്ത വേറൊരാളെ മൂടി വെച്ച കുഴിയിലേക്ക് കൊണ്ടുപോയി പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഇട്ടിട്ട് കത്തിക്കുന്ന രംഗമാണ്. ഈ പ്രദേശത്ത് നടക്കുന്ന ഈ അന്തരീക്ഷ മലിനീകരണത്തിനെതിരെ നിരവധി വർഷങ്ങളായി ഈ പ്രദേശത്തുകാർ പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടിട്ട് അതിൻ്റെ ഫലമായി ഇപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിട്ടുണ്ട്. അതായത് പബ്ലിക്കായിട്ട് ദഹിപ്പിക്കുന്നത് നിർത്തണമെന്ന്. ആ കോടതി വിധി പോലും ഇവിടെ നടപ്പിലാക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. കാലമായിട്ട് നടക്കുന്ന ഇതിപ്പോൾ കുറേ കാലമായിട്ടുള്ളതാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇപ്പോൾ ഈ വിറക് എന്ന് വെച്ചാൽ ഇവർ കൊണ്ടുവരുന്നിട്ട് ഇവിടെ ഈ ബോഡി കൊണ്ടുവന്നിട്ട് ഒരാൾക്ക് അങ്ങ് ഇട്ടുകൊടുത്ത് പോവുകയാണ്. ഈ കൊണ്ടുവരുന്ന കൂട്ടർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൊണ്ടുവന്നിട്ട് ആ വിറക് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് കത്തിക്കണം. വിറക് അവർ തരുന്നത് ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ച് വാങ്ങിക്കാം. പൈസ കൊടുക്കുന്നുണ്ട്. പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ പൈസക്കും ആവശ്യമുള്ള വിറക് വെച്ചിട്ട് 4 or 5 നാട്ടിലുള്ള ആൾക്കാർ ആരാന്ന് കൊണ്ടുവന്ന എൻ്റെ അല്ല നമ്മളെ റിലേറ്റീവ് ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ നിന്ന് കത്തിക്കണം. ഇത് 4 ആൾ കത്തിക്കുക. ഇത് ഇവിടെ കത്തിക്കാനൊന്നും ആരുമില്ല. ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല. ആൾക്കാർ ആരും ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കാരണവരെയോ അല്ലെങ്കിൽ നിങ്ങളെ അച്ഛനെയോ കത്തിച്ചിട്ട് സ്വന്തമായിട്ട് അവരെ തന്നെ അസ്ഥി കൊണ്ടുപോയിട്ട് ഒഴുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യണം. ഇത് പുറത്തുനിന്ന് ആരും ചെയ്യൂല, ആരും ഇതൊന്നും നിൽക്കില്ല. അപ്പോൾ നിങ്ങളത് വന്ന് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചെയ്യാൻ ഉള്ള സാഹചര്യം അത് ഇവിടെ ഉണ്ടാക്കാനുള്ള ഇത് ഒന്നിക്കലും നിയമമായിട്ട് ആൾക്കാർ പറഞ്ഞുണ്ടാക്കണം. ഇത് ഓരോ കാര്യം പറയുമ്പോൾ മതത്തിൻ്റെയും മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ആൾക്കാരെ വേർതിരിപ്പിച്ചിട്ട് അടികൂടിപ്പിച്ചിട്ട് ഈ നായും പട്ടിയും കടിക്കുന്നത് നേരിട്ട് നമ്മൾ കാണുകയാണ്. ഇന്ന് രാവിലെ വേറൊരു തെളി കർമ്മം ചെയ്യാൻ വന്നപ്പോൾ ആൾക്കാർ വന്ന് കണ്ട സംഭവമായത്. ഇത് നമ്മൾ ആരും ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവമല്ല. ഇന്ന് നടക്കുന്നതായതല്ലോ. ഇത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ആൾക്കാർക്കെല്ലാം തിരക്കുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പോൾ അത് കാര്യമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അവരവർ കൊണ്ടുവരുന്ന ഇത് കൃത്യമായിട്ട് കത്തിച്ചു പോവുക, കത്തിക്കുന്നുണ്ടെങ്കിൽ. ഇവിടെ ജീവൻ പോയ മനുഷ്യരോട് ജീവിച്ചിരിക്കുന്നവർ കാണിക്കുന്ന ക്രൂരതയാണ് വരച്ചുകാട്ടുന്നത്. ഈ പ്രശ്നം സമീപവാസികളാണ് ഏറ്റെടുക്കുന്നത്. ഇത് പരിഹരിക്കാൻ അധികൃതർ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, സിറ്റി വിഷൻ.